ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഒരു വലിയ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ നാളുകളൊക്കെ പിന്നിട്ട് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സന്തോഷവും ആനന്ദവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സഭയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഇപ്പോൾ സഭ കാത്തിരിക്കുന്നതും വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയാണ്. ജൂൺ മാസം 8-ാം തീയതി പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരെ പലതവണ പ്രത്യക്ഷപ്പെട്ട ശേഷം അവരോട് പറഞ്ഞതാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകാതെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കണം. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് കഴിയുമ്പോഴോ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങളുടെ വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. ഭയചകിതരായിരുന്ന ശിഷ്യന്മാർക്ക് പലതവട്ടം ഈശോയെ കാണുമ്പോൾ അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഈശോ അവരെ ഒരുക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി, വലിയൊരു ധൈര്യം പ്രാപിക്കാൻ വേണ്ടി. പരിശുദ്ധ അമ്മയെ കൂട്ടുകൊടുത്തുകൊണ്ട് അമ്മയോടൊപ്പം സഭ നടക്കുന്നൊരു സമയമാണിത്. 2000 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ ഈശോ പലതവണ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് കൊടുക്കുകയാണ്, സമാധാനത്തോടെ ഇരിക്കുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. തോമാസ് ലീഹാനെ അടുത്തേക്ക് വിളിച്ചിട്ട് ധൈര്യം കൊടുക്കുക, തോമാ നീ അടുത്തേക്ക് വാ, ഇതാ എൻ്റെ വിലാപ്പുറത്തൊന്ന് സ്പർശിച്ചേ, എൻ്റെ കൈവിരലുകൾ നീ ഒന്ന് കണ്ടേ. ഒരു കുരിശുമരണത്തിനും പീഡാസഹനത്തിനും എന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷത്തോടുകൂടി ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ആനന്ദത്തിലായിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ. പെന്തക്കുസ്തായുടെ ഒരുക്കത്തിൻ്റെ നാളുകളാണിത്. ഈശോയുടെ സ്വർഗ്ഗാരോഹണ തിരുനാളും പെന്തക്കുസ്തായും പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളും ഒക്കെ ഈ ദിവസങ്ങളിലെ വലിയ ആനന്ദത്തിൻ്റെ ദിവസങ്ങളാണ്. ആഘോഷങ്ങളും ഒരുപാട് സന്തോഷങ്ങളുമൊക്കെ ആയിട്ട് സെലിബ്രേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. നമുക്ക് ഈ സമയത്ത് കർത്താവ് ചില ദൈവിക ദൂതുകൾ ഈ കാലഘട്ടങ്ങളിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കാം. മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന് പറയുന്ന ശാലോം പേരിട്ടിരിക്കുന്ന 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടവും അതിൻ്റെ പ്രധാനപ്പെട്ടതാണ്. പെന്തക്കുസ്തായ്ക്കുള്ള ഒരുക്കം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് ഫിലിപ്പി ലേഖനത്തിലൂടെ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനം പാലിക്കുമ്പോൾ ഈ ഉപവാസത്തിനും പ്രാർത്ഥനകൾക്കും ഒക്കെ ശേഷം കർത്താവ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാമത്തെ വചനം, ഈ നാളുകളിലൊക്കെ ഹിറ്റായ ഒരു ഗാനമുണ്ട്, കർത്താവ് നിന്നെ നിരന്തരം നയിക്കുമെന്ന്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന്, എവിടെയായിരിക്കുന്നുവോ സാഹചര്യങ്ങൾ അനുവദിക്കുമെങ്കിൽ അവിടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഈ മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന ശാലോം ടെലിവിഷനിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ ആദ്യ ദിവസം കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കരങ്ങളൊക്കെ അടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യുവാണെങ്കിൽ ഈ പാട്ടിനോടൊപ്പം നമുക്ക് പാടാം. ഭവനങ്ങളിലാണെങ്കിൽ, ദേവാലയത്തിലാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിലാണെങ്കിൽ നമുക്ക് കർത്താവ് എൻ്റെ കൂടെയുണ്ട്, നിരന്തരം നയിക്കുന്നൊരു ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായി. ചേർന്ന് പാടുകയും, നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. കർത്താവ് നിന്നെ
നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായി. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ എല്ലാം സമൃദ്ധമായി നൽകുവാൻ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ, സദാസമയവും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധ സ്ലീഹന്മാരോട് ചേർന്ന് ഞങ്ങളൊന്ന് ചേർന്ന് അവിടുത്തെ ആരാധിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. പരിശുദ്ധാത്മാവായ ദൈവമേ, സഭയെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ദേവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും വിദേശത്തും സ്വദേശത്തുമായി വസിക്കുന്നവർ, ആശുപത്രികളിൽ രോഗാവസ്ഥയിൽ കഴിയുന്നവരിലേക്ക്, ഭവനങ്ങളിൽ ദുഃഖിതരായി കഴിയുന്നവർ, പലവിധ തകർച്ചകൾ കൊണ്ട് മനസ്സ് തകർന്നവരിലേക്ക് വലിയൊരു പ്രത്യാശയുടെ നിമിഷമായിട്ട് ഈ ശുശ്രൂഷകൾ മാറട്ടെ. കർത്താവേ, ഞങ്ങളവിടുത്തെ ആരാധിക്കും, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. ആ വലിയൊരു കൃപയിലേക്ക് സഭ മുഴുവനെയും അവിടെ നയിക്കണമേ. പ്രത്യാശ ഞങ്ങളെ നിരാശരാക്കാതെ കൂടുതൽ പ്രതീക്ഷയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന പേരിൽ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ ശുശ്രൂഷ 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുക, പ്രത്യേകിച്ചും ശാലോം ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുവാൻ, ഈ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ച ഒരു ഘടകം, ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങൾക്കറിയാം ശാലോമിലേക്ക് ആളുകൾ അയക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട് എഴുത്തുകളും വാട്സപ്പിലൂടെ മെസ്സേജുകളും പല ശുശ്രൂഷാ സമയങ്ങളിലുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഒന്ന് പ്രധാനപ്പെട്ടത്. കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന ആളുകൾ, വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നവർ, അവർക്കൊരു പ്രത്യാശ നൽകുക. കടക്കെണിയിൽ നിന്ന് ഒരുപക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വചനങ്ങളാണ് ഈ ഗാന രൂപത്തിൽ നമ്മളിപ്പോൾ പാടിയത്. വചനം ഇങ്ങനെയാണ്: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നിൻ്റെ പുരാതന നാശനഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും.
ഈ വചനമാണ് ആ ഗാനരൂപത്തിൽ നമ്മൾ പാടിയത്. പ്രിയപ്പെട്ടവരെ, കാരണം ഇത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് വലിയ പ്രത്യാശ ആവശ്യമാണ്. ഈ 2025 ഈശോയുടെ ജനനത്തിൻ്റെ 2025 ഈ ജൂബിലി വർഷത്തിൽ നമ്മിൽ നിന്ന് നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ട പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നൽകിയ ഒരു വചനമാണ് നമ്മൾ ഈ ഒരു വർഷം മുഴുവൻ ഈ ജൂബിലി വർഷത്തിൽ വിചിന്തനം ചെയ്യുക. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന ശുശ്രൂഷയുടെ ആദ്യ ദിനത്തിൽ തന്നെ നൽകുന്നത്, പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കണം. ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും, ദൈവം എന്നെ സഹായിക്കും, കർത്താവ് എന്നെ നിരന്തരം നയിക്കും എന്ന വലിയൊരു ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വചനം ഏവർക്കും സുപരിചിതമാണ്. കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും. അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. അപ്പം ഇത് വലിയൊരു പ്രത്യാശയായിട്ട് കടക്കെണികളിൽ, ദുരിതങ്ങളിൽ കഴിയുന്നവർക്ക് ഈ വചനം മാറണം. ഒരുപാട് പേരെ ശക്തിപ്പെടുത്തിയൊരു വചനമാണ് ഈ ഫിലിപ്പി 4:19 എന്ന വചനം. ദൈവം സമ്പന്നത നൽകുന്ന ദൈവം. ഇപ്പം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ഒരു ക്രിസ്തീയ ജീവിതം ധന്യമാകുന്നതെന്ന് നമുക്കറിയാം. അനേകം വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നോക്കിയാൽ, അനേകം പുണ്യാത്മാക്കളെ നോക്കിയാൽ, എല്ലാം ഉപേക്ഷിച്ച വിശുദ്ധ അന്തോനീസ്, തൻ്റെ പിതാവിൻ്റെ സ്വത്തും സൗഭാഗ്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിയ അസീസിയുടെ തെരുവിലേക്ക് ഇറങ്ങിയ വിശുദ്ധ ഫ്രാൻസിസ്, ദാരിദ്ര്യത്തെ തൻ്റെ മണവാട്ടി എന്ന് വിളിച്ചവൻ. അപ്പം അതുകൊണ്ട് എല്ലാവരും ദരിദ്രരായി ജീവിക്കണം, സമ്പത്ത് ഉപേക്ഷിക്കണം എന്നല്ല, ദൈവം നൽകുന്ന സൗഭാഗ്യം കൂടി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് നമ്മൾ ഈ ഒരു ശുശ്രൂഷയിലൂടെ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. കേരളത്തിലൂടെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ മലയാളികളുടെ, നമ്മുടെ ഓരോരുത്തരുടെയും മലയാള ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കൊച്ചു സംസ്ഥാനം, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ, ആനുവൽ ഗ്രോസ് സ്റ്റേറ്റ് പ്രൊഡക്റ്റ് അനുസരിച്ച് 2024-25 വർഷത്തിലെ കണക്കനുസരിച്ച് GSP എന്ന് പറഞ്ഞത് 13 ലക്ഷം കോടി രൂപയുടെ ഏകദേശം $157.45 ബില്യൺ ഒരു എക്കണോമിക് ഗ്രോസ്, ഒരു 11ാമത് ലാർജസ്റ്റ് സംസ്ഥാനമായിട്ട് കേരള സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് അതിൻ്റെ എക്കണോമിക് ഗ്രോത്തിന് പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. 0.71 ഇവിടുത്തെ ഒരു പോവർട്ടി ലൈൻ കാണിക്കുമ്പോൾ, ആളുകളുടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കാണിക്കുമ്പോഴും അതിൻ്റെ ശതമാനം കാണിക്കുന്നത്. അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 5.8%. ഇതെല്ലാം ഗവൺമെൻറ് കണക്കുകളാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് സാമ്പത്തിക വളർച്ച നേടിയെടുത്ത ഒരു കാലഘട്ടം. 10-30 അല്ലെങ്കിൽ 40 വർഷങ്ങൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയൊന്നും നല്ല ഭവനങ്ങളോ ജോലിയോ അല്ലെങ്കിൽ ഉയർന്ന ശമ്പളമോ വാഹനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ വളരെയധികം വലുതായിരിക്കുന്നു. ഒരുപാട് IT കമ്പനികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക്, നമ്മൾ വിദേശത്തേക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ നല്ല ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ. അതുപോലെ പലതരത്തിലുള്ള മിഷനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക രീതികൾ. ഇപ്പം ഞാൻ കടന്നു വരുന്ന ഇടുക്കി, പണ്ട് ഏലം കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ രീതികളല്ല, യന്ത്ര ഉപകരണങ്ങളല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. ഏലക്കാടുകളിലും തേയിലത്തോട്ടങ്ങളിലും കുരുമുളക് കൃഷിക്കും അതുപോലെ തന്നെ മറ്റു പല കൃഷികൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളും വലുതായിട്ടുണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഉണ്ട് ആളുകളെ സംബന്ധിച്ച്. ഇതെല്ലാം സാമ്പത്തിക വളർച്ച പ്രാപിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു. ഈ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോരുക ഇടുക്കിയിൽ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഒരു വ്യക്തിക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി വളരെ നിരാശയിലേക്ക് പോകുന്നു, മാനസിക രോഗാവസ്ഥയിലേക്ക്, തകർച്ചയിലേക്ക്, മദ്യപാനത്തിലേക്ക്, മറ്റു പല ദുശ്ശീലങ്ങളിലേക്കും പോകുന്നു. അതേ സമയത്ത് ഒരു കുടുംബത്തെ മുഴുവൻ തകർക്കുന്ന ഒരവസ്ഥയാണ്. ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒറ്റ കാര്യമാണ്, അത് കടബാധ്യതകൾ വന്നു കഴിയുമ്പോൾ. രോഗങ്ങൾ വരാറുണ്ട്,
പലതരത്തിലുള്ള തകർച്ചകൾ ഉണ്ടാകാറുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന മക്കളും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊന്ന് കുടുംബം ഒന്നടങ്കം ഒരു തകർച്ചയിലേക്ക്, ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പം ഇതാണ് പ്രത്യേകിച്ചും ശാലോമിൽ വന്നിരിക്കുന്ന അപേക്ഷകൾ. ഇപ്പം നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ദൈവകരുണയുടെ ഒരു കൊച്ചു ധ്യാന കേന്ദ്രം അടുത്ത 2 വർഷങ്ങളായിട്ടുള്ള ആരംഭിച്ചിട്ടുള്ളൂ. കേരളത്തിൽ വലിയ ധ്യാന കേന്ദ്രങ്ങൾ അട്ടപ്പാടി, അണക്കര, ഡിവൈൻ ധ്യാന കേന്ദ്രം, ഒരുപാട് വലിയ ശുശ്രൂഷ നൽകുന്ന ദാനിയേലച്ചൻ്റെ തിരുവനന്തപുരത്തെ ധ്യാന കേന്ദ്രങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ വരുന്ന അപേക്ഷകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ കടബാധ്യതകൾ മാറിക്കിട്ടാനായിട്ട്, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾക്ക് വേണ്ടി ഒരുപാട് പേര്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് പല ശുശ്രൂഷകൾ തന്നെ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ ആയി മാറിയിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ, അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും, കടബാധ്യതകൾ മാറും. അത് മറ്റേത് വ്യത്യസ്ത രീതി നോക്കിയാൽ, മറ്റ് പല മതവിഭാഗങ്ങളിലേക്ക് നോക്കിയാൽ അവിടെയെല്ലാം പലതരത്തിലുള്ള മന്ത്രതന്ത്രങ്ങൾ, ഒരുപാട് പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ, വഴികൾ, ആളുകളെല്ലാം അതിന് പിന്നാലെ പോവുക. കാരണം സാമ്പത്തിക വളർച്ച പ്രാപിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായ തകർച്ചയും വലുതായിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധരോ സമൂഹത്തിലെ നേതാക്കന്മാരോ ഇതിനെക്കുറിച്ചൊന്നും അത്ര ബോധവാന്മാരല്ല. ചില സമയത്ത് തോന്നും. കാരണം വഴിയരികളിൽ മുഴുവൻ ഇങ്ങനെ ലക്ഷങ്ങൾ വായ്പ കിട്ടുന്ന, ചില സ്ഥലത്തൊക്കെ എവിടെയെങ്കിലും വാഹനം നിർത്തി ഒന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടകളിൽ കയറുകയൊക്കെ ചെയ്യുമ്പോഴും കാണാൻ പറ്റുന്നത് അവിടെ എല്ലാം ഇങ്ങനെ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ഒരു തരത്തിലുള്ള രേഖകളുമില്ലാതെ 25 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ 650 മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് വായ്പ ലഭ്യമാകുന്നു. പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ലാതെ വാഹന വായ്പ, മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ വായ്പ, വീട് വയ്ക്കാൻ വായ്പ, ജോലിക്ക് പോകാൻ വായ്പ, അങ്ങനെ പലിശ വളരെ കുറഞ്ഞ നിരക്കിൽ വലിയ ലക്ഷങ്ങൾ വായ്പകൾ പ്രദാനം ചെയ്യുന്നു. ആളുകളൊക്കെ നിസ്സാരമായ രീതിയിൽ വലിയ രേഖകളൊന്നുമില്ലാതെ ബാങ്കുകൾ വായ്പ കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ അവസ്ഥ ചെന്നെത്തിക്കുന്നത് വലിയ തകർച്ചയിലേക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 5 ദിവസങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുക ഈ ഒരു വിഷയമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ശ്ലീഹായെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വിഭാഗമാണ്, ഒരു ജനമാണ് ഫിലിപ്പിയിലെ സഭ. എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കുന്ന സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തന്നെ പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും, സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. ഇപ്പം പൗലോസ് ശ്ലീഹ പറയാണ്, ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ എനിക്ക് കഴിയാം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ആവശ്യം ഇതാണ്. ഒരുപക്ഷെ കടബാധ്യതകൾ മൂലം വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ടാകാം, ബിസിനസ് തകർന്നു പോയവർ, കാർഷിക മേഖലയിൽ പരാജയപ്പെട്ടവർ, ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വലിയ ലോൺ എടുത്തിട്ട് ശേഷം തിരിച്ചടയ്ക്കാൻ പറ്റാത്തവർ. പൗലോസ് ശ്ലീഹയുടെ ഈ വചനം നമുക്ക് വലിയൊരു ഇതാണ്. ഏത് സാഹചര്യത്തിൽ, ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിലും എനിക്ക് കർത്താവിനോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ദുരിതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പല കാരണങ്ങൾ പറയുമ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ധനിച്ചു പോയത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, വേണ്ടത്ര ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്, വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ സമ്പത്തിന് ദൂർത്ത് കാണിച്ചതുകൊണ്ടാണ്. അങ്ങനെ നശിച്ചുപോയ പല കാരണങ്ങൾ, അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ, കരിഞ്ചന്തയിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ വിതരണത്തിലൂടെ, അതുകൊണ്ട് നിങ്ങൾ നശിച്ചതിന് കാരണം ഇതാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ സമ്പത്ത് നേടിയെടുക്കാൻ പറ്റും, എങ്ങനെ ദൈവാനുഗ്രഹത്തോടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റും. അതിൽ പൗലോസ് ശ്ലീഹ നൽകുന്ന ഏറ്റവും വലിയ മാതൃക ഇതാണ് പറഞ്ഞത്, ഏത് സാഹചര്യത്തിലും എങ്ങനെ സംതൃപ്തിയോടെ കഴിയുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയൊരിതാണ്, ഏത് സാഹചര്യത്തിലും. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് ഓരോ കുടുംബത്തിലും. അപ്പോൾ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നു. റോമാലേഖനം 8:28 വചനം പറയുന്നില്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മളിലേക്ക് ആദ്യം ഉണ്ടാകണം. അതായത് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നു.
ഇപ്പം എന്നെ കടന്നു പോകുന്ന സാഹചര്യം എന്താണെങ്കിലും അവിടെ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ കർത്താവ് എനിക്ക് വചനത്തിലൂടെ. കാരണം പ്രിയപ്പെട്ടവരെ, 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് ഒരു കുടുംബത്തലവനാണ്, ഒരു കുടുംബനാഥനാണ്, രാജാവാണെങ്കിലും ദാവീദ് പറയാണ്, ദൈവമായ കർത്താവേ, അങ്ങാണ് സത്യം, അവിടുന്ന് അയച്ച വചനമാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദൈവവചനം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് സത്യമായ കർത്താവ് തൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന്. സങ്കീർത്തനത്തിൽ 35:27 പറയുന്നുണ്ട്, തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ്, തൻ്റെ ദാസൻ്റെ സമ്പന്നതയിൽ, അവൻ്റെ സൗഭാഗ്യത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ ആരും നശിച്ചു കാണാനല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശയുടെ ഒരു വചനങ്ങൾ, അത് നമ്മുടെ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞല്ല. അതായത് ദൈവം നമുക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പോഴേ നിരാശരായി, അല്ലെങ്കിൽ എവിടുന്ന് കിട്ടാവുന്നിടത്തെല്ലാം വീണ്ടും വീണ്ടും നമുക്കറിയാം, ഒരു ലോൺ പുതുക്കി മറ്റൊരു ലോൺ എടുക്കുന്നു, ഓടിയുണ്ടെങ്കിൽ അത് അടച്ചിട്ട് വീണ്ടും വലിയ തുക എടുക്കുന്നു. അതിലേക്കല്ല പോകേണ്ടത്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ പഠിക്കണം. ഒരു സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ എങ്ങനെ ഈ സാമ്പത്തിക കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് ഈശോ നമുക്ക് വലിയ തമ്പുരാൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയോടെ നമ്മൾ കണ്ടെത്തണം. അതാണ് ഒന്നാമത്തെ കാര്യമാണ്, ഏത് സാഹചര്യത്തിലും അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് പഠിക്കുക. പൗലോസ്ലീഹ പറയാണ്, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. പണ്ട് കാരണവന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കുക എന്ന് പറയും. ഒരു പ്രയോഗമായിരുന്നത്, മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ദാരിദ്ര്യാവസ്ഥ, ബലഹീനതകൾ അറിയിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ കൈ നീട്ടാൻ പോകാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വീട്ടിലെ ചെലവുകൾ ചുരുക്കി, എല്ലാ വിവാഹ ആഘോഷങ്ങൾ ആ വീട്ടിലും വരും, മാമോദിസായും വിവാഹവും ആദ്യ കുർബാന സ്വീകരണവും വീട് വെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ചെലവ് ചുരുക്കാനായിട്ടുള്ള താഴ്ന്ന നിലയിലേക്കൊന്ന് പോകാനായിട്ട്. കാരണം അതാണ് ചില സമയത്ത്, അത് പിശുക്കല്ലത്, അത് താഴ്ന്ന നിലയിൽ. പൗലോസ്ലീഹ പറയാണ്, താഴ്ന്ന നിലയിലേക്ക് ജീവിക്കാനായിട്ട്. കാരണം ദൈവം എല്ലാം, ചില സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ട്. ചില സമയത്ത് ദൈവം ഈ ആത്മീയ ജീവിതത്തിൽ പോകുമ്പോൾ സമ്പത്ത് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ശിക്ഷ മാത്രമല്ല, ജോബിനെ പരീക്ഷിക്കാനായിട്ട് സാത്താനെ അനുവദിക്കുന്നു. എന്തിനാണ്? അവൻ്റെ ജീവനെ മാത്രം തുടരരുത്, ബാക്കിയെല്ലാം നീ ചെയ്തു. അപ്പോൾ ജോബിനെ അനുവദിക്കുക. അപ്പോൾ ജോബ് 1:21 പറയുന്നതാണ്, ദൈവം തന്നു, ദൈവം എടുത്തു. അതുകൊണ്ട് ദൈവത്തിനെല്ലാം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ്. അപ്പം അതുകൊണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്ക് കഴിയണം. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് അതിന് നമ്മെ സഹായിക്കുന്നത്. നമുക്കതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയിലൂടെ തുടർന്നുള്ള ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഏത് പ്രതിസന്ധികളിലും എൻ്റെ ദൈവം എന്നെ സഹായിക്കും. കൊച്ചുപദേശി പാടിയിട്ടില്ലേ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാലും സന്തോഷത്തോടെ ഞാൻ പാടിക്കൊണ്ട് അത് കയ്യിലെടുത്തുകൊണ്ട് ഹല്ലേലൂയ പാടും. നമുക്ക് പ്രിയപ്പെട്ടവരെ നിരാശരാകാതെ പരിശുദ്ധ പിതാവ് നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ നൽകിയിരിക്കുന്ന വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. തുടർന്ന് ഈ നിയോഗങ്ങളും ഈ സാഹചര്യങ്ങളും ഈ അവസ്ഥകളൊക്കെ പറയുക, ആരും നശിച്ചു പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയുടെ സന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ വളരെ ദയനീയമാണ്. എനിക്ക് മുന്നോട്ടെങ്ങനെ ഒരു പ്രത്യാശ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്, വലിയ നിരാശയിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തു വഴി എല്ലാം എനിക്ക് ചെയ്തു തരും. ആ ഈശോയെ ഞാൻ ആരാധിക്കുന്നു. ആ ഈശോ എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ കർത്താവിനെ ഞാൻ ആരാധിക്കും. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ, തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും എമ്മാനുവേൽ, എമ്മാനുവേൽ.
കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനെ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനെ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ചേർന്ന് പാടാം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ഇരുകരങ്ങൾ ഉയർത്തി വിളിക്കാം. യേശുവേ ആരാധന ആരാധന, എൻ്റെ കർത്താവേ ദൈവമേ ആരാധന. സ്തുതിക്കുന്നു 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 ഈശോയേ ആരാധന, ഈശോയേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. ഈശോയേ ആരാധന ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ഈശോയിലേക്ക് നോക്കി നമ്മൾ എവിടെയായിരിക്കുന്നെങ്കിലും കർത്താവിനെ ആരാധിക്കുവാനുള്ള സമയമാണിത്. ഇസ്രായേൽ ജനത്തോടും കർത്താവ് ആവശ്യപ്പെടുന്നതാണ് പഴയ നിയമത്തിൽ, നിങ്ങൾ എൻ്റെ മുമ്പിൽ ആരാധനയ്ക്കായിട്ട് വരണം.
നിങ്ങളുടെ ഭക്ഷണവും പാനീയങ്ങളും എല്ലാം ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ ദേശത്ത് ഒരു ക്ഷാമവും ഒരു തകർച്ചയും ഉണ്ടാവുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 13 തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് ഇപ്രകാരം ദൈവവചനത്തിലൂടെ അരുളി ചെയ്യുന്നു: നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ സംഭാഷണത്തിൽ ഏർപ്പെടാതെയും കർത്താവിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. മറ്റെല്ലാ വ്യർത്ഥ സംഭാഷണങ്ങളും സ്വന്തം വഴികളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് കർത്താവിനെ ആരാധിക്കുന്ന സമയമാണിത്. ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കാൻ, കർത്താവിന് മഹത്വം നൽകാൻ ഒരു ജനതയാണ് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദൈവമഹത്വം അന്വേഷിക്കുവാൻ, ഈ ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും ശ്രേഷ്ഠരായി ജീവിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത, കർത്താവ് കൂടെയുള്ള ഒരു ജനമാണ് നമ്മൾ. ആ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക്. മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണവും പാനീയങ്ങളും നമ്മുടെ സ്വത്തും നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണ് നമ്മളായിരിക്കുന്നെങ്കിലും, ഏത് സമയത്താണ് നമ്മളിതിൽ പങ്കെടുക്കുന്നെങ്കിലും എല്ലാം മറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നമ്മെ സംരക്ഷിക്കും. ഈ പെന്തക്കൊസ്തായുടെ ഒരുക്കത്തിൻ്റെ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി സ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം ആ സഹീവൻ മാളികമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ ഇടതടവില്ലാതെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആത്മാവിനാൽ നിറയുവാൻ, എല്ലാ തളർച്ചയും വിട്ടുമാറാൻ, എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും മോചിതരാകാൻ, എല്ലാ ഭയവും വിട്ടുമാറാൻ കർത്താവിനെ ആരാധിച്ച ശിഷ്യന്മാരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈ സമയം ഈശോയെ കരങ്ങൾ ഉയർത്തി, കർത്താവ് എന്നെ നിരന്തരം നയിക്കുന്ന ഒരു ദൈവം, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വന്നിരിക്കുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന്, എല്ലാ ദൈവജനത്തോടും ചേർന്ന് ആരാധിക്കാം. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം. സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. കർത്താവ് നമ്മളെ നിരന്തരം നയിക്കുന്ന ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നമുക്ക് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും തേനരുവി പോലായി. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച്. നീയായിത്തീരും തേനരുവി പോലായിത്തീരും. ചേർന്ന്. നീയായിത്തീരും തേനരുവി പോലായി. ഒരുമിച്ച് പാടാം. നീയായിത്തീരും തേനരുവി പോലായിത്തീരും. ഇരുകരങ്ങൾ ഉയർത്തി ഒറ്റ വിളി. കർത്താവേ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ആരാധന ഉയരട്ടെ. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അവിടുത്തെ ആരാധിക്കുന്നു. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിക്കും ദൈവം, അവശിഷ്ടങ്ങളെ വീണ്ടും പുനരുദ്ധരിക്കും ദൈവം, നീരുറവയാക്കി മാറ്റും ദൈവം. ആ ദൈവം എൻ്റെ തകർച്ചകളിൽ, എൻ്റെ ദുരിതങ്ങളിൽ, എൻ്റെ പ്രയാസങ്ങളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഇടങ്ങളിൽ ആ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. നിന്റെ മതിലുകൾ, ഭവനങ്ങൾ കേടുപോക്കുന്നവനെന്ന് കർത്താവ് അറിയപ്പെടും. പൊളിഞ്ഞ മതിലുകൾ അവിടുന്ന് പുനരുദ്ധരിക്കും, ഭവനങ്ങൾക്ക് അവിടുന്ന് കേടുപോക്കും. തകർന്ന സാമ്പത്തിക മേഖലകളെ,
കൃഷിയിടങ്ങളെ, ബിസിനസ്സിനെ കർത്താവ് ഉയർത്തും. ആഗ്രഹത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നന്നായി കരങ്ങളടിച്ച്. പൊളിഞ്ഞ മതിലുകൾ പുതുക്കി പണിയാൻ വിളിക്കപ്പെട്ടവൻ നീ. തകർന്ന വീടുകൾ കേടുകൾ നീക്കി പുതുപുത്തനാക്കും നീ. പൊളിഞ്ഞ മതിലുകൾ പുതുക്കി പണിയാൻ വിളിക്കപ്പെട്ടവൻ നീ. തകർന്ന വീടുകൾ കേടുകൾ നീക്കി പുതുപുത്തനാക്കും നീ. നിത്യാനന്ദം അനുദിനവും നീ കർത്താവിൽ കണ്ടെത്തും. നിത്യാനന്ദം അനുദിനവും നീ കർത്താവിൽ കണ്ടെത്തും. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച്. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച്. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോല. കരങ്ങൾ വീശി. നീയായിത്തീരും, തേനരുവി പോൽ. ഇരുകരങ്ങളും ഉയർത്തി ഒറ്റ വിളി യേശുവേ. ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. കർത്താവേ, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയുടെ സന്നിധിയിൽ നമ്മളായിരിക്കാം. നമ്മൾ ഭവനത്തിലിരുന്ന് ഈ ടെലിവിഷൻ മാധ്യമത്തിലൂടെ നമ്മളിത് പങ്കെടുക്കുമ്പോൾ, യാത്രയിൽ യൂട്യൂബിലോ മറ്റേതെങ്കിലുമൊക്കെ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, കർത്താവിനോട് നമുക്ക് ഈ മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന ശുശ്രൂഷയുടെ ആദ്യ ദിവസം, ആദ്യ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നഷ്ടപ്പെട്ടെടുത്ത്, എല്ലാം തകർന്നെടുത്ത് നീ ഒരു പുതുജീവൻ നൽകണമേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലെന്നുള്ള വചനത്തോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, പരിശുദ്ധ പിതാവിനോട് ചേർന്ന്, കർത്താവേ, ഈ കാലഘട്ടം അത്രയും ഞങ്ങളെ നയിച്ച് നിത്യസമാനത്തിനായിട്ട് വിളിക്കപ്പെട്ട പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിനോട് ചേർന്ന്, ആത്മാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ വിശുദ്ധരോടും ചേർന്ന് കർത്താവെ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, അവിടത്തേക്ക് സ്തുതിയും പുകഴ്ചയും നന്ദിയും അർപ്പിക്കുന്നു. കർത്താവെ, നശിച്ചു പോയവ വീണ്ടും പണിയണമേ. കർത്താവെ, തകർന്നു പോയ ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക സുസ്ഥിരതയുണ്ടാകുവാൻ. കർത്താവെ, യുദ്ധങ്ങളും കെടുതികളും ആരംഭിക്കുമ്പോൾ ദൈവമക്കൾ അനുഭവിക്കേണ്ട ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും എല്ലാം കർത്താവെ അതിനുവേണ്ടി, യുദ്ധത്തിനു വേണ്ടി, പലതരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾക്ക് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുമ്പോൾ രാജ്യത്തിൻ്റെ പുത്രന്മാർക്ക്, ഈ രാജ്യത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അനുഭവിക്കേണ്ടത് പലതും കെടുതികൾക്കും യുദ്ധത്തിനും പ്രകൃതി ദുരന്തങ്ങളുടെയും വലിയ തിന്മകളുടെയും വലിയ അപകടങ്ങളുടെയും ഒക്കെ പരിഹാരത്തിനായിട്ട് ദൈവമക്കൾ അനുഭവിക്കേണ്ടത് കർത്താവെ വിതരണം ചെയ്യപ്പെടുകയാണല്ലോ. ഞങ്ങൾ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് നല്ല സുസ്ഥിതി ഉണ്ടാകണമേ. ഞങ്ങളുടെ കേരളത്തെ, ഞങ്ങളുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിലും ഒരുപാട് വികസനങ്ങളും സൗകര്യങ്ങളും വർദ്ധിക്കുന്നുണ്ടെങ്കിലും കർത്താവെ, അതിനോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികളും
കടബാധ്യതകളും ഒരുപാട് തടസ്സങ്ങളും കൂടി വരികയാണല്ലോ ഈശോയെ. ഞങ്ങൾ ഈ രാത്രിയിലും ഈ പ്രഭാതത്തിലും ഈ സായാഹ്നത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ 3 നേരവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവെ, അവിടുത്തെ അനന്തമായ സ്നേഹം പെയ്തിറങ്ങട്ടെ, അവിടുത്തെ വലിയ ശക്തി വ്യാപരിക്കട്ടെ. ഇരുകരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ദിവ്യകാരുണ്യത്തിന് നേരെ നീട്ടിപ്പിടിച്ച് നമ്മളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും ഇതിൻ്റെ ശക്തി പ്രവഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് നിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. കർത്താവെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ഒരു കൃപ നിറയട്ടെ. കർത്താവെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങളിലേക്ക്, മനസ്സിലേക്ക് അവിടുത്തെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും ശക്തമായ ഒരു അഭിഷേകം ഒരു വലിയ അരുവിയിൽ എന്നതുപോലെ, വലിയ കടലിൽ നിന്നതുപോലെ കർത്താവിന്റെ കരുണ ഒഴുകട്ടെ. കർത്താവെ, കർത്താവിന്റെ സ്നേഹം ഒഴുകട്ടെ. കർത്താവിന്റെ ശക്തിയും അഭിഷേകവും ധൈര്യവും ഈ സമയത്ത് എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ സമയത്ത് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലുള്ള നൊമ്പരങ്ങളെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവെ. കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബങ്ങളെയും, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ കടത്തിൻ്റെതായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ, ഈ സമയത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വലിയ കൃപയൊഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയിലേക്ക് നോക്കി നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങള്, മാനസിക അവസ്ഥകള്, നമ്മുടെ ഭാവങ്ങളെല്ലാം ഈശോയിലേക്ക് കൊടുക്കാം. ഭാവാവസ്ഥകൾ നൽകാം. പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ, ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. സ്വരം ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം. ഇടറല്ലേ, പതറല്ലേ, കരയല്ലേ, നീ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ, പതറല്ലേ, കരയല്ലേ, നീ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോ, ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഈശോ ഇതാരിൽ ചെയ്യുക. നിന്റെ ഉള്ളിലെ നൊമ്പരങ്ങൾ, നിന്റെ ഭാരങ്ങൾ, വിഷമങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. നീ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് ഉത്തരമരുളും. നീ നിലവിളിച്ചാൽ, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്രയ്ക്ക് സമീപസ്ഥനാണ്. നീ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നിനക്ക് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ആ ദൈവം നിന്റെ ജീവിതത്തിൽ ഇരുണ്ടുപോയ ജീവിതങ്ങൾ,
ഇരുളടഞ്ഞ ജീവിതങ്ങൾ വെളിച്ചം പോലെ അവിടുന്ന് പ്രഭാതം പോലെ പൊട്ടിവിടരുന്ന അവസ്ഥയിലേക്ക് വേഗം സൗഖ്യം പ്രാപിക്കുന്ന നീതി നമ്മുടെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നമ്മുടെ പിൻപിലും നിരന്തരം നമ്മളെ സംരക്ഷിക്കും. അത്രമാത്രം ഉറപ്പ് നൽകാൻ കഴിയുന്നത് കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും മാത്രമാണ്. മറ്റാരിലും രക്ഷയില്ല എന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാമത്തെ വചനം പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാ കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന, ജീവിതത്തിൽ നിരാശയായിരിക്കുന്ന, ഒരുപക്ഷെ രോഗാവസ്ഥകളിലായിരിക്കുന്നവരുണ്ട്, ജോലി ലഭിക്കാത്ത മക്കളുണ്ട്, വിവാഹം നടക്കാത്തവർ, മക്കളില്ലാത്തവർ, ഭവനം നിർമ്മിക്കാൻ സാധിക്കാത്തവർ. ഒരുപക്ഷെ അവർ പറയുന്നൊരു വാക്കുണ്ട്, പൈസ ഉണ്ടായിരുന്നെങ്കിൽ, പണമുണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടായേന്. കർത്താവ് പറയുകയാണ്, തൻ്റെ ദാസരുടെ ശ്രേയസിൽ സന്തോഷിക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മളെല്ലാവരും നന്നായും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അല്പകാലത്തെ സഹനത്തിന് ശേഷം കർത്താവ് നമുക്കായിട്ട് മഹത്വത്തിൻ്റെ കിരീടവും അനുഗ്രഹങ്ങളും ഒരുക്കും. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇതാ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരാൻ, വേഗം സൗഖ്യം പ്രാപിക്കാൻ, നീതി കർത്താവ് ഞങ്ങളുടെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം ഞങ്ങളുടെ പിൻപിലും ഉണ്ടാകുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ ആഗ്രഹത്തോടെ, വലിയ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരും ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട്, കർത്താവെ വേഗം വരണമേ, കർത്താവെ അവിടുന്ന് വേഗം ഇടപെടണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. കർത്താവെ ഞങ്ങളിത് അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ അവിടുന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്തണമേ. കർത്താവെ ഞങ്ങളുടെ തകർച്ചകളിൽ ആശ്വാസമായി, ഞങ്ങളുടെ ദുരിതങ്ങളിൽ വലിയൊരു സൗഖ്യമായി, ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ ഒരു അഭയമായി അവിടുന്ന് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആരാധിച്ചുകൊണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ വേഗം വരണമേ, ഞങ്ങളുടെ മുമ്പിൽ വെളിച്ചമായി മരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാൻ, കർത്താവേ സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ള ഈശോയെ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാൻ, കർത്താവേ സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിലേക്ക് ഇത് പകരട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബജീവിതങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലട്ടെ. ബിസിനസ്സിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക്, സാമ്പത്തികമായ തകർച്ചകൾ നേരിടുന്ന ഓരോ ഇടങ്ങളിലേക്കും കർത്താവേ ഈ മഹത്വത്തിന്റെ സമ്പന്നത, ഞങ്ങളുടെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഞങ്ങൾക്കെല്ലാം ആവശ്യമുള്ളതെല്ലാം നൽകും. നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് നൽകുന്ന നിമിഷങ്ങൾ, നമ്മുടെ തടസ്സങ്ങൾ മാറുന്ന നിമിഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതികൂലമായ കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള തകർച്ചയും വലിയ പേമാരിയും മൂലം എല്ലാം തീർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിപ്പോട്ടില്ല, കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ ദൈവത്തെയും നമ്മളെയും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ അകൃത്യങ്ങളും പാപങ്ങളും കഴുകിക്കളഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് മുഖം മറച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ അകൃത്യങ്ങളും കഴുകിക്കളയുവാൻ തീരുമാനിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടി നമുക്ക് ആരാധിച്ച് സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. അനാഥനല്ല, ഒരു നാളും നീ അശരണനല്ല, ജീവന്റെ നാഥൻ നിൻ സ്വന്തമല്ലേ. ആകുലനാകരുതേ, ആശങ്കയുമരുതേ, ദൈവം നിൻ കൂടെയുണ്ടൻ മകനേ. മിഴികൾ നനയരുതേ, മൊഴികൾ പതറരുതേ, ദൈവം നിൻ കാവലാണെൻ മകളെ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അശരണനല്ല, ജീവന്റെ നാഥൻ നിൻ സ്വന്തമല്ലേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
ഈ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ശരിയായ രീതിയിൽ സമ്പത്ത് നേടുവാൻ. കർത്താവ് എങ്ങനെ സമ്പാദിക്കരുത് എന്ന് നമ്മളോട് പറയുന്നു. എന്നാൽ ഏതെല്ലാം രീതിയിൽ സമ്പാദിക്കണമെന്നുകൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സമ്പത്ത് വേണ്ട എന്നല്ല കർത്താവ് പറയുന്നത്. സമ്പത്ത് നേടുന്നതും ദൈവഹിതമാണ്. ദൈവഹിതം നോക്കിയാൽ സമ്പത്ത് കിട്ടില്ല. കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നാൽ ഒരു വ്യാപാരങ്ങളും വിജയിക്കില്ല എന്ന ചിന്ത മാറ്റി കർത്താവ് എന്നെ നിരന്തരം പരിപാലിക്കും, കർത്താവ് എന്നെ നയിക്കുമെന്ന വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ, കർത്താവ് നടിച്ചു തരുന്ന വഴിയിലൂടെ പോകാൻ, കർത്താവ് നൽകുന്ന വെളിച്ചം, ആ പ്രകാശം സ്വീകരിക്കുവാൻ കൃപ നൽകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധന നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലേക്കും നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിലേക്കെല്ലാം നിറയുവാൻ നമുക്ക് ഈ നിമിഷം ആഗ്രഹിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.